നാട്ടിൽ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സന്തോഷമുള്ള ദിവസങ്ങളാണ് ക്രിസ്മസ് ദിനങ്ങളെന്ന് പറയുന്നത്. നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ ഓണവും ക്രിസ്മസും ബക്രീദുമെല്ലാം എല്ലാവരുടെ ആഘോഷമായിട്ടാണ് ആഘോഷിക്കുന്നത്. പക്ഷെ നമ്മുടെ രാജ്യത്തിനകത്ത് ഇപ്പോൾ ക്രിസ്മസ് ദിനങ്ങളിൽ നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരുപാട് ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ വരികയാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ ക്രിസ്മസ് വെക്കേഷൻ തന്നെ ഇല്ലാതാക്കി. ക്രിസ്മസ് ആഘോഷം പാടില്ല. ഒറീസയിൽ ഇന്നലെ നമ്മളെല്ലാം ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടതാണ്. ക്രിസ്മസ് പപ്പയുടെ മാസ്ക് വിറ്റുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ അച്ഛനെയും അമ്മയും വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തി ഒരു കാറിൽ വന്നവർ ആക്രമിക്കുകയും അത് തടസ്സപ്പെടുത്തുകയും. ഡൽഹിയിലാണെന്നുണ്ടെങ്കിൽ പള്ളിക്കകത്ത് പ്രാർത്ഥനാ യോഗത്തിനകത്തുള്ള ആളുകൾ നിരച്ചു കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളുകളെ ആക്രമിക്കുകയും. അങ്ങനെ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്ന ഒരു രാജ്യമായിട്ട് നമ്മളെ രാജ്യമാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിനകത്തും ഇത്തരം ചെറിയ ചെറിയ സംഭവങ്ങൾ വരുന്നതായിട്ടാണ് വാർത്തകൾ പറയുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് ഇന്നലെ 17 വയസ്സാണ് ഏറ്റവും പ്രായം കൂടിയാണ്. 9, 8, 12 വയസ്സുള്ള കുട്ടികൾ ഈ കരോള് നടത്തിയപ്പോഴത്തേക്ക് അതിനെ ആക്രമിക്കുന്ന കുട്ടികളെ അടിക്കുന്നത് തരത്തിലേക്ക് കാര്യങ്ങൾ പാലക്കാട് വന്നു. അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന സന്ദർഭത്തിനകത്ത് നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യക്കകത്ത് എല്ലാവരും ഇന്ത്യരാണ്. നമുക്ക് എല്ലാ വിശ്വാസങ്ങളും ആകാം. എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് ഐക്യത്തോടുകൂടി പോവുകയാണ് നമ്മൾ മുന്നോട്ട് ചെയ്യേണ്ട കടമ എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദവും മതനിരപേക്ഷതയും അതുപോലെ തന്നെ ഭരണഘടനയും നമ്മൾ എല്ലാ അർത്ഥത്തിലും ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കഴിയണം. നമ്മളിവിടെ ഇപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ 2 തരത്തിലുള്ള ആഘോഷങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, ക്രിസ്മസിൻ്റെ ആഘോഷം നമ്മൾ നടത്തുന്നതോടൊപ്പം ഞാനിപ്പോൾ ഇതിനുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പറയുകയായിരുന്നു, നമ്മുടെ ആരോഗ്യ മേഖല ഏറ്റവും സന്തോഷിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിന്ന് തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ ഒരു മരണപ്പെട്ടു പോയ ഒരാളുടെ ഹൃദയവുമായിട്ട് നമ്മൾ കൊച്ചിയിൽ പോവുകയും അവിടെ ഒരു ജനറൽ ഹോസ്പിറ്റൽ തന്നെ ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഇതൊരു പടി നമ്മുടെ ആരോഗ്യ മേഖലയ്ക്കകത്ത് ഒരു പടി കൂടി വളരെ